ചെർപ്പുളശ്ശേരി നഗരത്തിൽ നടപ്പിലാക്കിയ പുതിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ആശുപത്രി ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾക്കും നിലവിലെ പരിഷ്കരണം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനങ്ങളുടെ ശബ്ദം അവഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ സമരക്കാർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! പ്രതിഷേധം രൂപം മാറും ഭാവം മാറും, സമരത്തിന്റെ രൂപം മാറും. കുട്ടികളെ വിട്ട് തല്ലാനും നിൽക്കരുത്. പ്രതിഷേധ മാർച്ച് UDF ഷൊർണൂർ നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല. ഇവിടെ ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസോ അനാവശ്യമായി ഒരു സമരം ചെയ്തിട്ടില്ല. ഇതാ മുനിസിപ്പൽ ഒരു ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 5 രൂപ കൂട്ടി 10 രൂപ അതിന്റെ പേരിൽ ഞങ്ങൾ നടത്തിയില്ല. കാരണം ഇവർക്ക് ആലോചിതമായിട്ട് ഒരു 5 രൂപ കൂട്ടുകാണിച്ചാൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. ദീപേഷ് സ്റ്റാൻഡിംഗ് അതിന്റെ വികസന സമിതിയിലുണ്ട്. ഇസാക്ക് പറഞ്ഞു ഇതൊന്നും കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. UDF കൂടി കയറിയതിന്റെ പിറ്റേ ദിവസം കൂടുക. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാലോ. ഈ നുണയും പൊന്നാരൊക്കെ പറഞ്ഞ് നടക്കേണ്ട കാലം കഴിഞ്ഞു. ജനങ്ങളൊക്കെ നന്നായി വായിക്കുന്നുണ്ട്, ജനങ്ങൾ വിവരം അറിയുന്നുണ്ട്. വിവരമില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിപ്പിക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി അധ്യക്ഷത വഹിച്ചു. അവിടെ ഞങ്ങളുടെ കൗൺസിലർമാരെ ഓട് പൊളിച്ചു വന്നവരൊന്നുമല്ല. ഞങ്ങള് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നവരാണ് ഞങ്ങളുടെ കൗൺസിലർമാര്. പിന്നെ കാര്യങ്ങൾ പറയുമ്പോ കടക്കുമ്പുറത്ത് അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി ജോലിക്ക് ആവാക രീതിയിലുള്ള സംസാരമൊക്കെ വേണമെങ്കിൽ പൊന്നാര വൈസ് ചെയർമാനെ നിങ്ങളോട് പറയുന്നു, പൂതയിലുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് സക്കാത്ത് വാങ്ങാൻ വന്നവരല്ല ഞങ്ങള് ജയിച്ചു കയറി വന്നവരോട്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് കേവലം 2 സീറ്റിന്റെ വ്യത്യാസമല്ലോ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണം. നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാരും വാങ്ങിയിരുന്നു ആ ചെലവര പ്രയോഗ. നിങ്ങൾ എല്ലാരും വാങ്ങിയെന്ന് ഞങ്ങൾ ഒഴിവായിക്കോളി. നിങ്ങൾ വാങ്ങിയത് പേര് പറയും. അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ബസ് സ്റ്റാൻഡ് മുതലാളിമാരെ ബസ് സ്റ്റാൻഡിലെ കെട്ടിട ഉടമകളെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ടെലിഫോൺ മുഖേനയോ നേരിട്ടോ
സാമ്പത്തികമായോ വഴിവിട്ടോ എന്തെങ്കിലും ബന്ധം കോൺഗ്രസ് നേതാക്കന്മാരോടുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ. അല്ല, മാർക്സിസ്റ്റുകാരുടെ കയ്യിലാണോ എന്നാ നിങ്ങൾ വെളിപ്പെടുത്ത്. ഞങ്ങൾക്കിപ്പോ സംശയതാ. കാരണം എന്താ അറിയോ, നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ വാശി പിടിക്കണത്? ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സുബീഷ്, കോൺഗ്രസ് നേതാക്കളായ കെ ഉണ്ണികൃഷ്ണൻ, സലീം കാറൽമണ്ണ, അനീസ് മുടിക്കുന്നൻ, ആഷിഖ്, നഗരസഭാ കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, സുമിത്ര, അശോകൻ, പ്രജിത്ത് എന്നിവരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.